വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. തൽബീന റെസിപ്പി. അത് ബാർലി പൗഡർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ബാർലി പൗഡർ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്നും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാർലി വെച്ചിട്ടുണ്ടാക്കാം, ബാർലി പൗഡർ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ലാസ്റ്റ് കൊടുക്കാം, ബാർലി പൗഡർ എങ്ങനെ ആക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാർലി വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ബാർലിയാണത്. അപ്പോൾ ഇത് ഉണങ്ങിയ ബാർലിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം എങ്ങനെയാണ് ഞാനിത് ബാർലി പൗഡർ ആക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി പൊടിക്കാൻ പോവാണ്. ഇതിപ്പം ഒരു 2 ദിവസം ഞാൻ പുറത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താണ്. കാരണം ഇവിടെ തണുപ്പല്ലേ, അധികം വെയിലില്ലല്ലോ. വെയിലത്താണെങ്കിൽ ഒരു ദിവസം തന്നെ മതിയാകും കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തണുപ്പായതുകൊണ്ട് തന്നെ അധികം വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട്, അധികം ഡ്രൈ ആയിക്കണ്, പക്ഷേ എന്നാലും നമ്മളിത് പൊടിച്ചെടുത്ത് വെക്കുന്നല്ലേ. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അപ്പം തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഏതൊരു സാധനം പൊടിച്ചെടുക്കുമ്പോഴും ചൂടോട് കൂടിയിട്ട്, അതായത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം അകത്തൊക്കെ വെച്ചിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കുന്നത് കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഒന്നും അങ്ങനെ ചൂടാക്കിയിട്ട് അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് ബാർലി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബാർലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൽബീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബാർലി പൗഡർ ഉണ്ടാക്കി വെക്കുന്നത്. നോമ്പ് സമയങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത് ബാർലി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം, 1 മണിക്കൂറൊക്കെ നമ്മൾ പാലിൽ കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ബാർലി പൗഡർ ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഹോം മെയ്ഡ് ബാർലി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആ പാലിങ്ങനെ കുറുക്കിയെടുക്കുന്നത് 15 മിനിറ്റിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിൽ പൊടിച്ചതാക്കിയിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ചൂടാറിയിട്ട് ഞാനിതാ പാത്രത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ 1 കപ്പ് ബാർലി പൗഡർ. അപ്പോൾ ഇത്രയും നിങ്ങൾ കയ്യിൽ ബാർലി പൗഡർ ഉണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. ഇനി തൽബീൻ ഉണ്ടാക്കുന്നത് കാണാം. തൽബീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കപ്പ് പാൽ ഒന്ന് ചൂടാക്കാൻ വെക്കുക. തിളയ്ക്കണ്ട കേട്ടോ, ചൂടാക്കാൻ വെച്ചാൽ മതി. ഇവിടുത്തെ പാൽ പാസ്ചറൈസ്ഡ് പാലായതുകൊണ്ടാണ് ചൂടാക്കാൻ വെക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഫ്രഷ് മിൽക്കൊക്കെ ആണെങ്കിൽ അത് നേരെ പശുവിൻ പാലാണെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് ആറ്റി എടുത്ത ശേഷം പിന്നെ ചൂടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നേരെ എടുത്തിട്ടില്ല, 2 ടേബിൾ സ്പൂണ് ബാർലി പൗഡർ കുറച്ച് പാലിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഈ പാല് ചൂടായ ശേഷം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി തൽബീനൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡെയിലി കുടിക്കുക എന്തും വേണമെങ്കിലും പറയാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വിചാരിക്കണ പോലെയല്ല. ഇതിൽ മധുരവും ഉപ്പും അങ്ങനെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി. എന്നിട്ട് വേറൊരു സംഭവങ്ങൾ ചേർക്കേണ്ട, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മളെ ഹാർട്ടിന് നല്ലതാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളൊന്നും നമ്മളിപ്പോൾ ഈ റെസിപ്പി വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക തൽബീനൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നോമ്പ് കാലങ്ങളിൽ കഴിക്കാൻ പറഞ്ഞൊരു ഐറ്റം കൂടിയാണ് ഈ തൽബീന. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്, ഈ ഒരു തൽബീന ഡിഷിന്. അപ്പോൾ ഞാൻ ചൂടായ ശേഷം പാലിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തു, അതിങ്ങനെ കുറുക്കിയെടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ നോക്കുക. ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തൽബീന റെഡി ആയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് ഇളക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് തന്നെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതിങ്ങനെ കുറുക്കി ആ പാലിൽ അത് കുറുകി വരണം. ഇനി നമുക്ക് ഞാനൊരു ബൗളിലേക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ 2 കപ്പ് ആക്കിയത്. ഇതിനെ ഞാൻ കുറച്ചും കൂടെ ഉണ്ട്, മക്കളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് പാകത്തിന് കഴിക്കാനുണ്ടാവും. 2 പേർക്ക് ഉണ്ടാവില്ല, ഒരു കുട്ടികൾക്കാണെങ്കിൽ 2 പേർക്ക് ഉണ്ടാവും. വലിയവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു 4 കപ്പൊക്കെ എടുക്കേണ്ടി വരും പാൽ കേട്ടോ. 4 ടേബിൾ സ്പൂൺ നേരെ എടുക്കേണ്ടി വരും ഈ ബാർലി പൗഡർ. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കണ്ട. ഈത്തപ്പഴം ഒരു ഈത്തപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പംകിൻ സീഡും പിന്നെ ബദാമും ചേർത്തിട്ടുണ്ട്. അതിലോട്ട് തേനാണ് മധുരത്തിന്. തേനും ഈത്തപ്പഴവും ഉണ്ട്. തേൻ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. ഞാനിതാ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചസാര ഉപ്പോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ആ ഈത്തപ്പഴത്തിൻ്റെ മധുരവും ആ തേൻ്റെ ചെറിയ മധുരമൊക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലേവർ ഉള്ളൊരു സംഭവമാണ് ബാർലി. എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും ഉറപ്പാണ്. ഭയങ്കര ഒരു വിഭവം കൂടി ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങൾ നമുക്ക് അത്താഴത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എന്തായാലും
ഈ ബാർലി പൗഡർ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഇതിൽ കഴിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് തൽബീന. ഇപ്പം ഒരുപാട് പേര് തൽബീനേൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നോമ്പിന് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാനുണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്താഴത്തിനൊക്കെ. പക്ഷേ എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഓരോ തിരക്ക് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്താഴത്തിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ശരിക്കും നമുക്ക് ആ ഫീൽ മനസ്സിലാവും. നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ കേട്ടോ. ചോറൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ സോക്ക് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹോം മെയ്ഡ് ബാർലി പൗഡർ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാർലി. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, രാഗി ആണെങ്കിലും ബാർലി ആണെങ്കിലും നേരെ എടുത്തിട്ട് കഴുകൊന്നും ചെയ്യുന്നില്ല, നേരെ എടുത്ത് പൊടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഒന്ന് കഴുകിയിട്ട് പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഒരു കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ഇതാണ് ബാർലി. കണ്ടോ, നമ്മൾ കയ്യിലാക്കുമ്പോൾ തന്നെ നല്ല പൊടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്തായാലും കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് ചെയ്യുക. രാഗി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങളും വേറെ കേട്ടോ. ഗുണങ്ങൾ കുറച്ചുകൂടെ ഗുണം കൂടും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ മില്ലറ്റ്സൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ബാർലി ഒരു ബോൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഞാൻ രാത്രിയിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മതി. ഞാൻ രാത്രിയിലൊരു 11 മണിക്ക് സോക്ക് ചെയ്തിട്ട് രാവിലെ ഒരു 5 മണിക്ക് ഞാനിത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാർലി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ബാർലി വെച്ചിട്ടാണ് ശരിക്കും ഈ ഒരു തൽബീന ഉണ്ടാക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ പാലിൽ ഇങ്ങനെ കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ആ നോമ്പ് സമയങ്ങളൊന്നും അത് നടക്കൂല. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതുപോലെ ഒരു പരന്ന ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ ഇതുപോലെ പരത്തി വെക്കുക. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളത്തോടാകുമ്പോൾ ചെറുതായിട്ട് മുള പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം ഇല്ലാണ്ടുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. ഇനിയിപ്പോൾ വെയിലില്ലാത്തവർക്ക് വേറൊരു പണി ചെയ്തുതരാം. ഡ്രെയിൻ ചെയ്ത് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒരു പേപ്പർ ടവലായിട്ട് നന്നായിട്ട് ഒപ്പിയെടുക്കുക ഇത്. എന്നിട്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ മാക്സിമം വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടില്ലേ, 2 ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ ഒരൊറ്റ ദിവസം വെച്ചാൽ മതിയാകും. അപ്പം തന്നെ എടുത്ത് പൊടിക്കും വേണം. അത് ഇതായിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞിട്ട് ഇതുണ്ട്. കണ്ടോ, ആ ഒരു സൗണ്ട് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താഴെ കമൻസിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.